ഹലോ നമസ്കാരം. നമുക്കാദ്യം ചില ചിത്രങ്ങൾ കാണാം. ഇത് അമേരിക്ക ആക്രമണം നടത്തിയ ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രമായ ഫോർദോയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. അവിടെ ചില ട്രക്കുകളും ലോറികളും നിരനിരയായി വന്നു നിൽക്കുന്നതും വലിയ ഭാരപ്പെട്ട എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. അതായത് അമേരിക്ക ആക്രമണം നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിർണായക ആണവോർജ്ജ കേന്ദ്രമായ ഫോർദോയിൽ നിന്ന് ഇറാൻ സാധന സാമഗ്രികൾ മാറ്റി എന്നാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആണവോർജ്ജ നിർമ്മാണത്തിനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാത്ത ഫോർദോയിലാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്ന് സാരം. ഇതുപോലെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട നദാൻസ്, ഇസ്ഫഹാൻ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ മാറ്റിയിരുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാന്റെ വാദങ്ങളെ സാധൂകരിക്കുന്നതുമാണ്. അമേരിക്ക ഏറ്റവും അധികം ലക്ഷ്യം വെച്ചത് ഫോർദോ കേന്ദ്രത്തെയാണ്. കാരണം അവിടെയാണ് വലിയ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നിരുന്നത് എന്നാണ് അമേരിക്ക ആരോപിച്ചത്. ഫോർദോയിൽ വെച്ചാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് അമേരിക്കയും ഇസ്രയേലും ആരോപിച്ചിരുന്നത്. പക്ഷേ വലിയ മലയിടുക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോയെ ആക്രമിക്കാൻ പലതവണ ഇസ്രയേൽ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിരുന്നില്ല. അതോടെയാണ് ആക്രമണത്തിലേക്ക് അമേരിക്കയെ എത്തിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദം ശക്തമാക്കിയത്. പക്ഷേ അമേരിക്കയുടെ ബങ്കർ തകർക്കുന്ന ബോംബുകൾ കൊണ്ടൊന്നും ഫോർദോയ്ക്ക് കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ പറയുന്നത്. ഇക്കാര്യം ചില അന്താരാഷ്ട്ര നിരീക്ഷകരും ശരിവെക്കുന്നുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഫോർദോയിൽ നിന്ന് ആണവ വികിരണങ്ങളുടെ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. സൗദി അറേബ്യയും ഇക്കാര്യം പറയുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഫോർദോയെ തകർക്കാനോ കാര്യമായ കേടുപാടുകൾ വരുത്താനോ അമേരിക്കയുടെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അത്രമാത്രം തന്ത്രപ്രധാനവും സുരക്ഷിതവുമായിട്ടാണ് ഫോർദോ ഇറാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ മാത്രം അകലെയാണ് ഫോർദോ ഉള്ളത്. 3 മലയിടുക്കുകൾക്കിടയിലാണ് ഫോർദോ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ കവാടങ്ങളെക്കുറിച്ച് പുറമേ നിന്ന് ആർക്കും വ്യക്തതയില്ല. ആകെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ മാത്രമാണ് ഫോർദോയെക്കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഭൂമിക്കടിയിൽ 300 മുതൽ 600 അടി വരെ താഴ്ചയിലാണ് ഫോർദോയുടെ പ്രധാന കെട്ടിടങ്ങൾ ഉള്ളതെന്നാണ് വിവരം. അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ ഇസ്ഫഹാനിലെ ആണവ നിലയത്തിന് കേട് പറ്റിയിട്ടുണ്ട് എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിലെ ടെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത്. വലിയ നാശനഷ്ടം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഉണ്ടായി എന്നാണ് വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായി ഇസ്രയേലിൽ സൈറനുകൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോഴും മുഴങ്ങുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല ഇസ്രയേൽ തങ്ങളുടെ ഔദ്യോഗിക വിമാന സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും ഇറാന്റെ തിരിച്ചടി നിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ. ഇസ്രയേലിനപ്പുറം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വലിയ സംഘർഷ സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. എന്തായാലും അമേരിക്കയ്ക്കെതിരെ സൈനിക ആക്രമണത്തിന് അപ്പുറം സാമ്പത്തികമായ ആക്രമണം നടത്താനാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് ഇറാന്റെ ആക്രമണ പദ്ധതികൾ? ഇത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. ബഹ്റൈനിൽ അമേരിക്കയുടെ നാവിക താവളമുണ്ട്. ഖത്തറിൽ അമേരിക്കയുടെ വ്യോമസേനാ കേന്ദ്രമുണ്ട്. കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രമുണ്ട്. UAEയിൽ അമേരിക്കയുടെ വ്യോമസേനാ കേന്ദ്രമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ആകെയുള്ള ആശങ്ക. അങ്ങനെ ഉണ്ടായാൽ അത് ഗൾഫ് മേഖലയെ ആകെ പിടിച്ചു കുലുക്കുന്നതാകും. എന്നാൽ തങ്ങളുടെ രാജ്യത്തുള്ള വ്യോമ താവളങ്ങളിൽ നിന്നോ സൈനിക താവളങ്ങളിൽ നിന്നോ ഇറാനെ ആക്രമിക്കരുത് എന്നാണ് അമേരിക്കയോട് ഗൾഫ് രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടില്ല എന്ന് കരുതുന്നവരുണ്ട്. അതേസമയം ബഹ്റൈൻ തീരത്ത് തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ നാവികസേന കപ്പലുകൾ ഇറാൻ ആക്രമിക്കുമെന്നുള്ള വ്യക്തമായ ചില സൂചനകൾ ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനും ഇറാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന അമേരിക്കൻ, ബ്രിട്ടൻ, ഫ്രഞ്ച്, ജർമ്മൻ കപ്പലുകൾ തടയുകയാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ഒപ്പം ചെങ്കടലിൽ അമേരിക്കൻ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കാൻ യമനിലെ ഹൂതികൾക്ക് ഇറാൻ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാനെ ആക്രമിച്ചാൽ ചെങ്കടലിലൂടെ അമേരിക്കയുടെ ഒരു കപ്പലും കടന്നുപോകില്ല എന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. അതായത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും
ഹോർമൂസ് കടലിടുക്കിലും ചെങ്കടലിലും ഇട്ട് പൂട്ടുക എന്നുള്ളതാണ് ഇറാൻ പ്രയോഗിക്കാൻ പോകുന്ന പ്രധാന തന്ത്രമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന നീക്കമാണ് ഇറാൻ ഈ രീതിയിൽ നടത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുക. പ്രധാനപ്പെട്ട കപ്പൽ പാതകളാണ് ഇത് രണ്ടും. ഹോർമൂസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ജലപാതയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നാണത്. ഈ കടലിടുക്ക് ഇറാൻ അടച്ചാൽ ലോകമാകെ എണ്ണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറുഭാഗത്ത് ചെങ്കടലിലൂടെയാണെങ്കിൽ ലോകത്തിന്റെ ഏകദേശം 12% വ്യാപാരവും 30% കണ്ടെയ്നർ ഷിപ്പിങ്ങും നടക്കുന്ന ഒരു ജലപാതയാണത്. ഇവിടെ ഹൂതികൾ ഇപ്പോൾ തന്നെ അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട്. അത് കൂടുതൽ വ്യാപിപ്പിച്ചാൽ 83 ലക്ഷം കോടികളുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. മാത്രമല്ല വിതരണ ശൃംഖലയാകെ, ലോകത്താകെയുള്ള വിതരണ ശൃംഖലയാകെ ഈ ഒരു ചെങ്കടലിൽ ഉണ്ടാക്കുന്ന ഹൂതികളുടെ നീക്കം ബാധിക്കും. അമേരിക്കയെയും ഇസ്രയേലിനെയുമായിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക. അതായത് ഈ രീതിയിൽ ഇറാൻ നീങ്ങിയാൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സാരം. ഗൾഫ് മേഖലയാകെ അസ്ഥിരത സൃഷ്ടിക്കപ്പെടും. ഇതെല്ലാം കണക്കിലെടുത്താണ് അമേരിക്ക ഇറാനെ ആക്രമിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് റഷ്യയും ചൈനയും നൽകിയിരുന്നത്. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇനി റഷ്യയുടെയും ചൈനയുടെയും നീക്കം എന്ത് എന്നതും നിർണായകമാണ്. ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് അക്കാര്യം ശ്രദ്ധിക്കണം. അർത്ഥഗർഭമായ മൗനമാണ് ഇരു രാജ്യങ്ങളും തുടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതല്ല, ഇറാനുമായി ഒറ്റയ്ക്കും ചൈനയും റഷ്യയും പരസ്പരവും പശ്ചിമേഷ്യയിലെ സാഹചര്യം വിലയിരുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ലോകമാകെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. പശ്ചിമേഷ്യയിലെ സാഹചര്യം അനിയന്ത്രിതമാകുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തു കൂട്ടിയത് എന്നാണ് വിമർശനം ഉയരുന്നത്. അമേരിക്കയ്ക്കകത്തും ട്രംപിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നെതന്യാഹുവിന്റെ കളിപ്പാവയായി ട്രംപ് മാറിയെന്നാണ് പ്രധാന വിമർശനം. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് ട്രംപ് ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും ട്രംപ് ഇംപീച്ച്മെന്റ് നടപടി നേരിടേണ്ടി വരുമെന്നും ചില ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ചവരും, നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ചവരും ട്രംപിനൊപ്പം നിന്നവരും ഇറാനിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇറാനിൽ നടത്തിയ ആക്രമണമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാനുമേൽ നടത്തിയ ആക്രമണം നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടമാണ്. ട്രംപിനെ വരച്ച വരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് തന്ത്രപരമായ വിജയവുമാണ് നെതന്യാഹുവിന്റെ. യഥാർത്ഥത്തിൽ നെതന്യാഹു ഒരുക്കിയ കുരുക്കിൽ ട്രംപ് വീഴുകയായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ആദ്യം അമേരിക്കയുടെ പോലും എതിർപ്പിനെ അവഗണിച്ച് ഇറാനെ ആക്രമിച്ചു. പിന്നീട് അതിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചു. ഇനി അമേരിക്കയും ഇറാനും തമ്മിലായിക്കോളും കാര്യങ്ങൾ. അതോടെ ആക്രമണത്തിന്റെ രീതിയിലും സ്വഭാവവും ഒക്കെ മാറും. ഇതാണ് നെതന്യാഹു ഒരുക്കിയ തന്ത്രം. പണ്ട് ഇറാഖിനെതിരെയും നെതന്യാഹു ഇതേ തന്ത്രം തന്നെയാണ് പയറ്റിയിട്ടുള്ളത്. ഇറാഖിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് ആക്രമണം നടത്തിയത്. പിന്നീടുണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും പുതിയ ഈ ഒരു നീക്കങ്ങൾ ഇതെല്ലാം അതിഭയാനകമായ ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സൃഷ്ടിച്ചിരിക്കുന്നത്. സമവായ ചർച്ചകൾ പോലും അസാധ്യമാക്കുന്ന തരത്തിലാണ് അമേരിക്കൻ ആക്രമണം കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഒപ്പം ഇക്കാര്യത്തിൽ റഷ്യയും ചൈനയും എന്ത് നിലപാടെടുക്കും എന്നതാണ് ഏറ്റവും ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. അതോടൊപ്പം ഇറാന്റെ ആക്രമണ രീതി എങ്ങനെ, അവരുടെ പദ്ധതികൾ എങ്ങനെ, ഏത് രീതിയിൽ ഇറാൻ ഇനി പ്രതികരിക്കും എന്നതൊക്കെ വളരെ നിർണായകമാണ്. ലോകത്തിന്റെ ആകെ ശ്രദ്ധ പശ്ചിമേഷ്യയിലാണ് എന്ന് തന്നെ പറയാം. രംഗം ഇനിയും വഷളാകാതെ സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ എത്തുമോ? അതിലേക്ക് എത്തിക്കാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചർച്ചകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ചർച്ചകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അനൗദ്യോഗിക ചർച്ചകൾ പല രീതിയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതെല്ലാം പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് എത്തിക്കുമോ? അങ്ങനെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്ക് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.